കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം 24 ആയിട്ടുണ്ട്. 7 പേർ ഗുരുതരാവസ്ഥയിലാണ്. മരിച്ചവരിൽ 19 മലയാളികളെയാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ 6 പേർ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ളവരാണ്. കൊല്ലം, കോട്ടയം, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം സ്വദേശികളാണ് മറ്റുള്ളവർ. 43 ഇന്ത്യക്കാരും 6 ഫിലിപ്പീൻസുകാരുമാണ് തീപിടുത്തത്തിൽ മരിച്ചത്. മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹം സൈനിക വിമാനത്തിൽ നാട്ടിലെത്തിക്കും. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഏകോപനത്തിനായി ആരോഗ്യമന്ത്രി വീണ ജോർജും കുവൈറ്റിലേക്ക് പോകും. ദുരന്തത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ സുരേഷ് വെള്ളിമുറ്റം അവിടെ നിന്നും ചേരുന്നുണ്ട്. ഇന്ത്യൻ സർക്കാർ, കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് വിലയിരുത്താൻ അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും ചേരും. ഒപ്പം പ്രവാസി ബോർഡ് ചെയർമാനും മുൻ MLA KV അബ്ദുൽ ഖാദർ. ഇവിടുത്തെ സ്ഥിതിഗതികൾ, സർക്കാരിൻ്റെ ഇനിയുള്ള നീക്കങ്ങൾ, ഏതൊക്കെ രീതിയിൽ നമ്മൾ അടുത്ത ഘട്ടം പിന്നിടേണ്ടി വരും, എപ്പോഴായിരിക്കും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വിവരിക്കാൻ ചേരുന്നുണ്ട്. മറ്റ് മാധ്യമപ്രവർത്തകരും സന്നദ്ധ സംഘടനയുടെ നേതാക്കളെയൊക്കെ തന്നെ കുവൈറ്റിൽ നിന്നും പ്രവാസ ലോകത്തു നിന്നുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മരിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഹൃദയവായ്പോടുകൂടി യാത്രയയപ്പ് നൽകണം. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ ചേരുന്നുണ്ട്. അർജുൻ, എങ്ങനെയാണ് വിദേശകാര്യ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും ഈ വിഷയത്തെ സമീപിക്കുകയും ഏകോപനങ്ങൾ നടത്തുകയും ചെയ്യുന്നത്? എന്താണ് സർക്കാരുമായി ബന്ധപ്പെട്ടും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത്? പ്രജീഷ്, നിലവിൽ വിദേശകാര്യ സഹമന്ത്രി അദ്ദേഹം കീർത്തിവർദ്ധൻ സിംഗ് അവിടെ കുവൈത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ ആശുപത്രികളെല്ലാം സന്ദർശനം നടത്തി പരിക്കേറ്റവരെ കണ്ട് നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 2 ആശുപത്രികളിൽ, ഒന്ന് ജാബർ ആശുപത്രിയാണ്, അവിടെ 6 ഇന്ത്യക്കാരാണ് ചികിത്സയിലുള്ളത്. അതുപോലെ തന്നെ മുബാറക് അൽ കബീർ ആശുപത്രി, അവിടെ 7 ഇന്ത്യക്കാരാണ് ചികിത്സയിലുള്ളത്. അങ്ങനെ ഈ 2 ആശുപത്രികളിലും ഇതിനോടകം തന്നെ അദ്ദേഹം സന്ദർശനം നടത്തിയിരിക്കുന്നു. സ്ഥിതിഗതികൾ അവിടെ നേരിട്ട് വിലയിരുത്തുകയാണ് അദ്ദേഹം. മാത്രമല്ല, മറ്റ് നടപടിക്രമങ്ങൾ അത് വേഗത്തിലാക്കാൻ വേണ്ടി കുവൈത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധികൾ, ഇന്ത്യൻ എംബസി പ്രതിനിധികൾ ഇവരുമായി ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട്, ഒപ്പം തന്നെ നിരന്തരം കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയവുമായിട്ടും അവിടുത്തെ അധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രഥമ പരിഗണന എന്ന് പറയുന്നത് ഈ കത്തിക്കരഞ്ഞ നിലയിലുള്ള മൃതശരീരങ്ങൾ, അത് ആരൊക്കെയാണ്, അതിൽ ഇന്ത്യക്കാരൊക്കെയാണ്, എത്ര ഇന്ത്യക്കാരുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. DNA ടെസ്റ്റ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DNA ടെസ്റ്റ് നടത്തണം, അതിൻ്റെ ഫലം കിട്ടണം. എന്നാൽ മാത്രമേ ആരൊക്കെയാണ് മരിച്ചത്, അത് എവിടത്തുകാരാണ്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ നിന്നടക്കമുള്ളവർ എവിടെയൊക്കെ നിന്നുള്ളവരാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരണം. ഇതിനോടകം 19 മലയാളികളെയാണ് തിരിച്ചറിഞ്ഞത്, സ്ഥിരീകരണമുള്ളത്. 24 പേര് മരിച്ചു എന്നുള്ള കാര്യം ഔദ്യോഗികമായി തന്നെ നോർക്കെ അറിയിച്ചിട്ടുണ്ട്. ഇനി 5 പേരുടെ കൂടി കണക്ക് വരണം, 5 പേരെ തിരിച്ചറിയാനുണ്ട്. മറ്റ് നടപടികൾ, ഇന്ത്യയിൽ ഏകദേശം 43 ഇന്ത്യക്കാരാണ് നിലവിൽ ലഭിച്ച വിവരത്തിനെ അടിസ്ഥാനപ്പെടുത്തി തീപിടുത്തത്തിൽ മരിച്ചത്. ഇവരെല്ലാം തന്നെ, ഇതിൽ തിരിച്ചറിയാത്തവരെ എല്ലാം തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. ആ DNA ടെസ്റ്റിൻ്റെ ഫലം അടക്കം വരേണ്ടതുണ്ട്. അതിനാണ് ഇപ്പോൾ ഒരു പ്രധാന പരിഗണന നൽകുന്നത്. ഒപ്പം തന്നെ ചികിത്സയിലുള്ളവരെ കണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം തന്നെ ഏകോപിപ്പിച്ച് നൽകുക, അത് വേണ്ട രീതിയിൽ ചെയ്തു നൽകുക എന്നുള്ള കാര്യമടക്കമാണ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ള ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിലെ മറ്റ് ഉദ്യോഗസ്ഥരുമുണ്ട്. നിലവിൽ എന്തായാലും കുവൈറ്റ് അധികാരികളുമായി, കുവൈറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട് അവരുമായി ഒന്നിച്ചുള്ളൊരു പ്രവർത്തനം തന്നെയാണ് എന്തായാലും ഇന്ത്യ അവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ മൃതശരീരങ്ങളെല്ലാം തന്നെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അർജുൻ എന്തായാലും തുടരുക. നമുക്ക് കേരളവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മുടെ മോണിറ്ററിംഗ് ഒക്കെ നടക്കുന്നത് എന്ന് നമുക്കൊന്ന് വിവരങ്ങൾ തേടാം. പുതിയ വിവരങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. KV അബ്ദുൽ ഖാദർ, പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനും മുൻ MLA കൂടിയാണ്. ശ്രീ KV അബ്ദുൽ ഖാദർ, സംസ്ഥാന സർക്കാരിന് അടിക്കടി വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? നമ്മുടെ സംവിധാനങ്ങൾ സംസ്ഥാനത്തിന് വേണ്ടി നോർക്കെ ഉൾപ്പെടെ, താങ്കൾ പ്രദാനം ചെയ്യുന്ന സംവിധാനം ഉൾപ്പെടെ അവിടുത്തെ പ്രവാസികളുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ നമുക്കിപ്പോൾ നിലവിൽ 19 പേരെ തിരിച്ചറിയാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയുള്ള ആളുകളെ തിരിച്ചറിയുക വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ പോലും അറിയില്ല. അപ്പോൾ അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. ഇനി DNA ടെസ്റ്റ് ഉൾപ്പെടെ സങ്കീർണമായ നടപടിക്രമങ്ങൾ, അത് എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി അവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒപ്പം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ സ്ഥിതി എങ്ങനെ, അത് നമുക്ക് അവരെയൊക്കെ കൈത്താങ്ങ് നൽകാൻ കഴിയുന്നുണ്ടോ? എന്താണിപ്പോൾ നോർക്കെ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്?
അപകട വിവരം അറിഞ്ഞ ഉടനെ തന്നെ മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ നോർക്കയും കുവൈറ്റിൽ ബന്ധപ്പെടുകയും ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട കുവൈറ്റിലെ മലയാളി സംഘടനകളെ ഈ പ്രവർത്തനങ്ങളിൽ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയാളി സംഘടനാ പ്രവർത്തകർ, വിവിധ സംഘടനകളുടെ ജീവകാരുണ്യ പ്രവർത്തകർ 4 ആശുപത്രികളിലായിട്ട് ഉണ്ട്. അവർ പരിക്കേറ്റവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സഹായങ്ങൾ നൽകുന്നുണ്ട്. വളരെ വലിയ ഒരു ദുരന്തമാണ് ഉണ്ടായത്. അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു ദുരന്തം. തീർച്ചയായിട്ടും അനൗപചാരികമായിട്ട് നമ്മുടെ മലയാളി സഹോദരങ്ങളുടെ ഒരു കോർഡിനേഷൻ അവിടെ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. DNA ടെസ്റ്റ് ഉൾപ്പെടെ നടത്തി വേണം ചിലരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ. ദുഷ്കരമായിട്ടുള്ള ഒരു ദൗത്യമാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് മരണവിവരം സ്ഥിരീകരിക്കപ്പെട്ടതിന് ശേഷം അവർക്ക് അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെയും സഹായം അവർ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോഴുള്ള നമ്മുടെ മുമ്പിലുള്ള കാര്യം നേരത്തെ പറഞ്ഞതുപോലെ അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ബോഡികൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതാരുടെ അതൊക്കെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാനത്തെ മന്ത്രി ശ്രീമതി വീണ ജോർജ് കുവൈറ്റിലേക്ക് തിരിക്കും. മലയാളികളുടെ ചികിത്സാ കാര്യങ്ങൾ ഉൾപ്പെടെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് അവർ നേതൃത്വം നൽകും. സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എംബസിയുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തര നടപടികൾ തന്നെ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ. ശ്രീ KV അബ്ദുൽ ഖാദർ, ഒന്ന് തുടരുക. നമുക്ക് അവിടെ നിന്ന് കുവൈറ്റിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി ഒന്ന് അറിയാം. സുരേഷ് വെള്ളിമുറ്റം ഞങ്ങളെ പ്രതിനിധി ചേരുന്നുണ്ട്. സുരേഷ്, പത്തനംതിട്ട 6, കൊല്ലം 3, കാസർഗോഡ് 2, മലപ്പുറം 2, കോട്ടയം 3, കണ്ണൂർ 2, തൃശ്ശൂർ 1, ഇങ്ങനെ 19 പേരുടെ മൃതദേഹം മാത്രമാണ് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നത്. അല്ല, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് അവിടുത്തെയുള്ള മലയാളി സംഘടനകൾ, ഔദ്യോഗിക സംവിധാനങ്ങൾ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ പുതിയ വിവരങ്ങൾ എന്താണ് പ്രേക്ഷകർക്ക് വേണ്ടി നൽകാൻ കഴിയുന്നത്? പ്രജീഷ്, ശ്രീ KV അബ്ദുൽ ഖാദർ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ പ്രദേശങ്ങളും പ്രവാസികളും ഒക്കെ ആയിട്ട് വളരെ അടുപ്പമുള്ളൊരു നേതാവും കാര്യങ്ങൾ അറിയാവുന്ന ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒക്കെ പറയുന്നത് പോലെ കുവൈറ്റിൽ നിന്നുമുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ കഴിയും. കാരണം മറ്റ് പല ഗൾഫ് രാജ്യങ്ങളെയും അപേക്ഷിച്ച് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ എല്ലാ സഹായവും നൽകുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നാണ് കുവൈറ്റ്. ഒരു കാരണവശാലും 24 മണിക്കൂറിലധികം ഇവിടെ മൃതദേഹം കാത്തു സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറില്ല. രാവിലെ മരിക്കുന്ന ആളുടെ മൃതദേഹം വൈകുന്നേരം തന്നെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ സഹായങ്ങൾ നൽകുന്ന രാജ്യമാണ് കുവൈറ്റ്. അതുകൊണ്ട് തന്നെ കുവൈറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സർക്കാർ. അത് പോലീസിന്റെ മറ്റ് ഹെൽത്ത് അതോറിറ്റിയിൽ നിന്നുള്ള റിപ്പോർട്ടാണെങ്കിലും എംബാമിംഗ് നടപടികൾ അടക്കമുള്ളവയാണെങ്കിലും അതോടൊപ്പം അതത് എംബസിയോ കോൺസുലേറ്റോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സേവനം, ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പോലീസിന്റെ സേവനം എല്ലാം ഒരുമിച്ച് ലഭ്യമാക്കിക്കൊണ്ട് വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള നടപടികൾ അത് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി ഇവിടെ എത്തിയതിനു ശേഷം അദ്ദേഹം പല ആശുപത്രികളിലും പോയി പരിക്കേറ്റവരെ സന്ദർശിച്ചു. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തുകയും ചെയ്തു. ഇനി കുവൈറ്റിലെ വിദേശകാര്യ മന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും, ആഭ്യന്തരമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം മൃതദേഹങ്ങൾ അയക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ദൗത്യ സംഘത്തിന് മുന്നിലുള്ള ഒരാശയം. പക്ഷേ അതിൽ തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളുണ്ട്. മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്തത് ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള മൃതദേഹങ്ങൾ പിന്നീട് അയക്കുക എന്നുള്ള ഒരു തീരുമാനമായിരിക്കും ഒരു പക്ഷേ സ്വീകരിക്കുക. കാരണം അതിന് DNA ടെസ്റ്റ് നടത്തേണ്ടി വരും. അപ്പോൾ DNA ടെസ്റ്റ് നടത്തേണ്ട ആളുകൾ, ബന്ധുക്കളോ മറ്റുള്ളവരോ രക്തബന്ധമുള്ള ആളുകൾ നാട്ടിലാണെങ്കിൽ അവിടെ നിന്നും സാമ്പിളുകൾ ശേഖരിക്കുക, അങ്ങനെ അല്പം സങ്കീർണത അക്കാര്യത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുന്ന കാര്യം വൈകുകയും തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുകയും ചെയ്യുക, ഇങ്ങനെ 2 തരത്തിലുള്ള നടപടിക്രമങ്ങൾക്കാണ് സാധ്യത കാണുന്നത്. മരണസംഖ്യ നേരത്തെ പ്രതീക്ഷ പറഞ്ഞതുപോലെ തന്നെ 19 പേരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ തിരിച്ചറിഞ്ഞത് കണ്ണൂർ പയ്യന്നൂർ സ്വദേശി നിതിൻ പുത്തൂർ, അതോടൊപ്പം തന്നെ കോട്ടയം പായിപ്പാട്
കട്ടുങ്ങാട്ടായ പാലത്തിങ്കൽ ഷിബു വർഗീസ്, പിന്നീട് ചാവക്കാട് പാരയൂർ സ്വദേശി ബിനോയ്, പത്തനംതിട്ട കീഴ്വായ്പൂർ നെയ്വേലി സ്വദേശി സിബിൻ ടി എബ്രഹാം. ഈ 4 പേരാണ് ഏറ്റവും ഒടുവിലായിട്ട് തിരിച്ചറിഞ്ഞത്. പക്ഷേ ഈ നോർക്കയൊക്കെ പറയുന്നത് പോലെ തന്നെ മരണം 24 ആണെങ്കിൽ ഈ 19 കഴിഞ്ഞാൽ പിന്നീടും 5 പേർ ശേഷിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് മൃതദേഹം തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുണ്ട്. അപ്പോൾ ആ മൃതദേഹങ്ങളുടെ കൂട്ടത്തിൽ മലയാളികളുണ്ടോ എന്നുള്ള ആശങ്ക. ഏതായാലും ഇതിനൊക്കെ ഒരു പരിഹാരം ഇന്ന് വൈകുന്നേരത്തോടു കൂടി കാണാൻ കഴിയുമെന്നുള്ള വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ശരി, സുരേഷാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. സുരേഷ്, വീണ്ടും ഇനിയുള്ള മറ്റ് വിവരങ്ങൾ കൂടി, വിശദാംശങ്ങൾ, കാരണം പലരും ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്, അവരുടെയൊക്കെ ആരോഗ്യനില സംബന്ധിച്ചൊക്കെയുള്ള പുതിയ അപ്ഡേറ്റ് കൂടി തേടുക. പ്രേക്ഷകരിലേക്ക് നമുക്ക് അതാത് സമയങ്ങളിൽ നമുക്ക് എത്തിക്കുക. അത്യന്തം വേദനാജനകമായിട്ടുള്ള നിമിഷത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്ന ശ്രീ KV അബ്ദുൽ ഖാദർ. മറ്റു രാജ്യങ്ങളിലെ പോലെ നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ നമുക്ക് സങ്കീർണമല്ല സാഹചര്യങ്ങൾ. കുവൈറ്റിലാണെങ്കിൽ പെട്ടെന്ന് മൃതദേഹമൊക്കെ നാട്ടിൽ എത്തിക്കാൻ കഴിയും. മാത്രമല്ല ഈ DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു കാലതാമസം വരില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഈ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ കാര്യങ്ങൾ, അവരുടെ ആരോഗ്യസ്ഥിതി എല്ലാവരെയും ഐഡന്റിഫൈ ചെയ്ത് അവരുടെ ആരോഗ്യസ്ഥിതിയും അത് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം, ഒപ്പം അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം, ഇതൊക്കെ നമുക്ക് ഏകോപിപ്പിക്കാൻ നമ്മളെ സംബന്ധിച്ചോളം പണ്ടൊന്നും മുമ്പൊന്നും ഉള്ള ഒരു സാഹചര്യമല്ല. ഇപ്പോൾ ഒരുപാട് കൂട്ടായ്മകൾ, കാരണം നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത ആ രീതിയിൽ, കാരണം ഒരു മാനുഷിക മുഖമുള്ള ഒരുപാട് സംഘടനകൾ, നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അവിടെയുണ്ട്. അവർ രാപ്പകലില്ലാതെ കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്, ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയൊക്കെ തന്നെ ഓരോ വിവരങ്ങളും ശേഖരിക്കുന്ന നല്ലവരായ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചേതനയേറ്റ നമ്മുടെ സഹോദരങ്ങളുടെ മൃതദേഹം എത്തിക്കണം. പിന്നെ അവിടെയുള്ളവരുടെ കാര്യം അതൊക്കെ സങ്കീർണതയില്ലാതെ പെട്ടെന്ന് നടപ്പാക്കാം, അല്ലേ ശ്രീ KV അബ്ദുൽ ഖാദർ? തീർച്ചയായിട്ടും അവിടുത്തെ പ്രവാസി സംഘടനകളെ അക്കാര്യത്തിൽ നമ്മൾ എല്ലാ സംഘടനകളെയും മലയാളി എന്നുള്ള നിലയിൽ, പ്രവാസി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം എല്ലാവരും, എല്ലാ സംഘടനാ പ്രതിനിധികളും ഒരേ മനസ്സോടുകൂടി മലയാളികളുടെ, ഇന്ത്യക്കാരുടെ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി അവർ പ്രവർത്തിക്കുകയാണ്. എനിക്ക് ലഭ്യമായൊരു വിവരം 24 പേരുടെ പേര് വിവരം ഇതിൽ മരണപ്പെട്ടവരുടേതായിട്ട് ലഭ്യമായത്. അതായത് 19 പേരെ നമുക്കിപ്പോൾ ലഭിക്കുന്നുള്ളായിരുന്നു. അപ്പോൾ 24 പേരുടെയും വിവരങ്ങൾ അങ്ങയിടയിൽ കിട്ടിയിട്ടുണ്ടല്ലേ? ഞാൻ പറയാം. അത് തോമസ് ചിരിയിൽ, അനിൽ ഗിരി, അനീഷ് കുമാർ, സിബിൻ, ഷമീർ, മാത്യു തോമസ്, അരുൺ ബാബു, കേളു, സാജു വർഗീസ്, രഞ്ജിത്ത്, ആകാശ്, ഷിബു വർഗീസ്, ഡെന്നി വർഗീസ്, നൂഹ്, ബാഹുലയൻ, സ്റ്റെഫിൻ എബ്രഹാം, സാജൻ ജോർജ്, വാസുദേവൻ നായർ, ലൂക്കോസ്, ശ്രീഹരി, ശ്രീജിഷ്, ബിനോയ് തോമസ്, നിതിൻ, വിശ്വാസ് കൃഷ്ണ, മുഹമ്മദ് ഷെരീഫ്, ഇങ്ങനെ 24 പേരുടെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. തീർച്ചയായും മൃതദേഹം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് അല്പം ഏതാനും പേരുടെ മൃതദേഹം ഐഡൻറ്റിഫൈ ചെയ്യാൻ ബാക്കിയുണ്ട്. ആ വിശദാംശങ്ങൾ കൂടി നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭ്യമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ നേരത്തെ പ്രജീഷ് പറഞ്ഞതുപോലെ ഇത് ഒരു വലിയൊരു ദുരന്തമാണ്. യഥാർത്ഥത്തിൽ ഒരിക്കലും നമ്മൾ മുമ്പ് അനുഭവിക്കാത്ത, മലയാളി പ്രവാസികൾ അനുഭവിക്കാത്ത ഒരു ദുരന്തമാണ്. ഇത്രയും ഏറെ ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരിടത്ത് ഉണ്ടായ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ദുരന്തം, ആ ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ തീർച്ചയായും നമ്മുടെ സംഘടനാ സംവിധാനങ്ങൾ, ഔദ്യോഗിക സംവിധാനങ്ങൾ എല്ലാം തന്നെ ഉണർന്ന് പ്രവർത്തിക്കുകയുണ്ടായി. കുവൈറ്റ് ഗവൺമെൻറ്റിനെയും പ്രത്യേകമായിട്ട് ശ്ലാഘിക്കേണ്ടതുണ്ട്. കാരണം അവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഏക മനസ്സോടുകൂടി ഇതിനെ നേരിടുന്നതിന് വേണ്ടി സജ്ജമായി. അവിടെ പരിക്കേറ്റവരെ ഉടനടി ആശുപത്രിയിലെത്തിച്ചു. ഇന്ത്യ ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ ഫലപ്രദമായിട്ടുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോയി. സംസ്ഥാന ഗവൺമെൻറ്റും വളരെ യുദ്ധകാലാടിസ്ഥാനത്ത് തന്നെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഏതായാലും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കടമ. ശ്രീ KV അബ്ദുൽ ഖാദർ തുടരുക. നിജാസ് ഖാസിം, കുവൈറ്റിലെ മാധ്യമപ്രവർത്തകൻ, അവിടെ നിന്നും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നിജാസ് ഖാസിം, ഇപ്പോൾ 19 പേരുടെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ KV അബ്ദുൽ ഖാദർ മുൻ MLA, അദ്ദേഹം 24 പേരുടെ പേരുകൾ മാതൃഭൂമി ന്യൂസിലൂടെ വായിച്ചിട്ടുണ്ട്. നമുക്കതിൽ പ്രാദേശികമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല. അത് ആരൊക്കെയാണ് മലയാളികൾ, ബാക്കിയുള്ള ആളുകൾ എവിടേക്ക് നമുക്ക് ഉടൻ തന്നെ പ്രേക്ഷകരെ അറിയിക്കാം. എന്തായാലും വലിയ ഞെട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാ സംവിധാനങ്ങളും നമുക്കവിടെ ഇടപെടൽ നടത്താനാകുന്നുണ്ടോ?
മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യം. മറ്റൊന്ന് ചികിത്സയിലുള്ള ആളുകളുടെ അവസ്ഥ. ഇതൊക്കെ സംബന്ധിച്ച് താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രതീഷ്, തീർച്ചയായിട്ടും പ്രതീഷ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ അവരാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിലേക്ക് ഉപരിയായിക്കൊണ്ട് തന്നെ കുവൈറ്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അവർ ചെയ്യുന്നുണ്ട്. നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട് മിക്കവാറും ഇപ്പോൾ കൺഫേം ആയിട്ടുള്ള 48 പ്രതിഷേധങ്ങൾ, അതിൽ 45 പേർ ഇന്ത്യക്കാരാണ്. ഇവരുടെ 45 പേരുടെയും പ്രതിഷേധങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പരിക്കേറ്റുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ 9 ആളുകളാണ് കുറച്ചെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ആശുപത്രിയിലുള്ളത്. പക്ഷെ അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും അവരുടെ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്കൊരു കുറച്ചുകൂടി ജാഗ്രത, കാരണം ഇന്ത്യ സർക്കാരിൻ്റെ ഏകോപനമുണ്ട്. നോർക്കയുടെ ആയാലും മറ്റേ എംബസിയുടെയൊക്കെ കൃത്യമായൊരു മോണിറ്ററിംഗ് ഉണ്ടല്ലേ നിജാസ്? അല്ല പ്രതീക്ഷ, എനിക്ക് ചോദ്യം മനസ്സിലായി. കൊച്ചു കുട്ടികളെ നമ്മൾ നിജാസ്, അതായത് എങ്ങനെയാണ് നമ്മുടെ മറ്റ് ഏകോപനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം നേരത്തെ അബ്ദുൽ ഖാദർ പറഞ്ഞു, അവിടെ നിന്നും സുരേഷ് വെള്ളിമുറ്റമൊക്കെ പറഞ്ഞതുപോലെ മറ്റ് രാജ്യങ്ങളെക്കാൾ ഒരു സങ്കീർണത നിറഞ്ഞ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ എളുപ്പം നമുക്ക് ഈ മറ്റ് നൂലാമാലകളില്ലാതെ കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് കുവൈറ്റ് എന്നാണ്. എവിടെ ഇപ്പോൾ ഈ ആരോഗ്യ മേഖലയിൽ കൂടി, കാരണം ഒരുപാട് പേര് ചികിത്സയിൽ കിടക്കുന്നു, അവരുടെയൊക്കെ കാര്യങ്ങളിലൊക്കെ സാമ്പത്തികമായിട്ടും ഒക്കെ എല്ലാ രീതിയിലുള്ള കൈത്താങ്ങ് എല്ലാവരും കൈകോർത്ത് നല്ല രീതിയിലാണോ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും സുരേഷ് വെള്ളിമുറ്റമൊക്കെ പറഞ്ഞ പോലെ തന്നെ കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് പേഴ്സണലായിട്ട് അവരുടെ ലോണുകൾ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഒക്കെ എഴുതി തള്ളുന്ന രീതിയിൽ അവരുടെ മൃതദേഹം എത്രയും നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ആളുകൾക്കാണെങ്കിൽ അവർക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം, ഇനി ഇവിടെ തന്നെ പറയുകയാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ്. നമ്മുടെ മുൻകാല പരിചയങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് നടന്ന ഡെത്ത് അതേ ദിവസം രാത്രിയുള്ള ഫ്ലൈറ്റിനെ നമുക്ക് കൊടുത്തയക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സർക്കാർ സംവിധാനം വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നതാണ്. ഈവൻ പൊതു അവധി ദിവസങ്ങളിൽ, വെള്ളി ശനി ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുകളും ഉള്ള ഒരു രാജ്യമായിട്ട് നമുക്ക് കുവൈറ്റ് നമ്മൾ കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് അതുപോലെ തന്നെ ചികിത്സയിലിരിക്കുന്ന ആളുകളുടെ ഇപ്പോൾ ഇന്നലെ ഇന്ത്യൻ സ്ഥാനപതിനെ പറഞ്ഞിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങൾ, എങ്ങനെയാണ് ഇവരുടെ ആരോഗ്യം പരിചരണത്തിലൊക്കെ സംതൃപ്തമാണെന്ന് ചോദിച്ചപ്പോൾ അംബാസിഡർ തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ നല്ല രീതിയിലുള്ള ചികിത്സ കാര്യങ്ങളാണ് പോകുന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, മലയാളികളുടെ കൃത്യമായ ഒരു എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്പസമയം കൂടി നമ്മൾ കാത്തിരുന്നു കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് എത്ര ആളുകൾ ഉണ്ടാകുമെന്ന് പറയുള്ളൂ. എന്തായാലും 20-ൽ കൂടുതലായിട്ട് മലയാളികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും നിജാസ്, വീണ്ടും താങ്കളെ ബന്ധപ്പെടാം. പുതിയ വിവരങ്ങൾ ഉണ്ടെങ്കിൽ ശേഖരിക്കുക. പുതിയ വിവരങ്ങൾ അത് ഒരുപാട് കുടുംബങ്ങളെ സംബന്ധിച്ചോളം അവരൊക്കെ ആശങ്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ വിവരങ്ങളും നമ്മൾ അവർക്ക് എത്തിക്കുക എന്നത് വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു കടമയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി എന്തായാലും കുവൈറ്റിലേക്ക് പോവുകയാണ്. പത്തനംതിട്ട ജില്ലക്കാരായ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചെന്ന് മന്ത്രി വീണ ജോർജ് രാവിലെ അറിയിച്ചിരുന്നു. നിരണം സ്വദേശി മാത്യു ജോർജിന്റെ മരണമാണ് ഒടുവിൽ സ്ഥിരീകരിച്ചതെന്നും അറിയിച്ചു. മന്ത്രി വൈകിട്ടോടുകൂടി പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നിർഭാഗ്യകരവുമായിട്ടുള്ള സംഭവത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് നിലവിൽ 5ഓളം ആളുകളുടെ വിവരങ്ങളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ കേന്ദ്രത്തോട് അടിയന്തരമായി ഇടപെടൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുകൂടാതെ നോർക്കയുടെ എല്ലാ സംവിധാനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആളുകളെ തിരിച്ചറിയുന്നതിനും അതോടൊപ്പം അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനും ഒക്കെയായി നോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജീവിത സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് വിമാനം കയറുന്നത് ഓരോ പ്രവാസിയും. നമുക്കറിയാം പ്രവാസികൾ എത്രത്തോളം നമ്മുടെ നാടിനെ പ്രിയപ്പെട്ടവരാണ്. അവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് ആ ആശ്രയം അറ്റുപോകുന്ന നിമിഷം നമുക്ക് ചിന്തിക്കണം നമ്മൾ. അതുകൊണ്ട് കൈകോർത്തുള്ള സാന്ത്വനം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം.
കുവൈറ്റ് ദുരന്തത്തിൽ 20 മലയാളികളെ തിരിച്ചറിഞ്ഞു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 24 മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിൽ പത്തനംതിട്ടയിൽ നിന്നും 6 പേര്, കൊല്ലം ജില്ലയിൽ നിന്നും 3 പേരാണ്, കാസർഗോഡ് നിന്നും 2 പേരും, മലപ്പുറത്ത് നിന്ന് 2 പേര്, കോട്ടയത്ത് നിന്ന് 3 പേര്, കണ്ണൂരിൽ നിന്ന് 2 പേര്, തൃശ്ശൂരിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും ഓരോ പേരുടെ മരണം. ഒടുവിലായി ആലപ്പുഴ, ചെങ്ങന്നൂർ, പാണ്ടനാട് മാത്യൂസ് തോമസ് മരിച്ചു എന്ന വാർത്ത കൂടി സ്ഥിരീകരിക്കപ്പെടുകയാണ്. അങ്ങനെ 20 പേരുടെ മൃതദേഹങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന ഔദ്യോഗിക വിവരങ്ങൾ ലഭിക്കുന്നു. പലരുടെയും മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണമാണ് എന്ന ഒരു ദുഃഖകരമായ വാർത്ത നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകൂ. അങ്ങനെ ഇനിയും കൂടുതൽ ആളുകൾ ഉണ്ടാകരുത് എന്നൊരു പ്രാർത്ഥന നമ്മളെല്ലാവരും ഉള്ളിൽ വെക്കണം. കാരണം ഒരുപാട് പേര് ഇപ്പോഴും ചുരുക്കം ചില ആളുകൾ ഗുരുതരാവസ്ഥയിൽ ഉണ്ട് എന്ന വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് മനമുരുകി തന്നെ പ്രാർത്ഥിക്കാം, നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം. ശ്രീ KV അബ്ദുൽ ഖാദർ, ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരങ്ങൾ പങ്കുവെച്ചെന്നാണ്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ദുരന്തം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പൊതുവായ ഈ കാലഘട്ടത്തിലുള്ള ഒരു സന്ദേശം കൂടിയായി ഒരു ഉൾക്കാഴ്ചയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം കൂടി ഒരുക്കുന്നുണ്ടോ? കാരണം പ്രവാസികളുമായി ബന്ധപ്പെട്ട് അവർ താമസിക്കുന്ന ഇടങ്ങളെക്കുറിച്ച് ഒരു ചിന്തയും നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ ഉണ്ടാകില്ല. നമ്മൾ സാധാരണക്കാർ അവരെക്കുറിച്ചുള്ള അവരുടെ ജോലിയിടങ്ങൾ അല്ലെങ്കിൽ അവർ നാട്ടിലേക്ക് വരുമ്പോഴൊക്കെയാണ് അവരെങ്ങനെ താമസിക്കുന്നു, അവരുടെ ആ ക്യാമ്പുകളിലെ അവസ്ഥ, അവരെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ കമ്പനികളുടെ ഉത്തരവാദിത്തം, ഇതേക്കുറിച്ചൊന്നും നമ്മൾ അധികം ആരും അങ്ങനെ ചിന്തിക്കാറില്ല. ഭരണകൂടങ്ങളെ സംബന്ധിച്ചോളം പക്ഷേ അതൊരു ചിന്ത വേണ്ടതല്ലേ? അത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഇത്രയധികം പ്രവാസികളുടെ പോക്കുള്ള അല്ലെങ്കിൽ പ്രദാനം ചെയ്യുന്ന ഒരു നാട്ടിൽ നമ്മുടെയൊക്കെ സിസ്റ്റം കുറച്ചുകൂടി അവരെക്കുറിച്ചുള്ള ചിന്തകൾ, അവർ താമസിക്കുന്ന ഇടങ്ങൾ, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അനാസ്ഥകൾ അവരുടെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് അതൊക്കെ നമ്മുടെ കൈവശം നമ്മുടെ പരിധിക്കുള്ളിൽ നിൽക്കുന്നതാണോ, അതോ അതുമായി ബന്ധപ്പെട്ട് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ കുവൈറ്റ് പോലെയുള്ള എല്ലാ രാജ്യങ്ങളിലും ശക്തമായി തന്നെ ഉണ്ടോ? എന്താണ് KV അബ്ദുൽ ഖാദറിന് ഈ ദുരന്തത്തോടു കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്? സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കടൽ കടന്ന് അക്കരെ പോയിട്ടുള്ള 10,000-കണക്കിന് മനുഷ്യരാണ് ഗൾഫ് രാജ്യങ്ങളിലും വിദേശത്തെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ആയിട്ട് തൊഴിലെടുത്ത് ജീവിക്കുന്നത്. പലരുടെയും ജീവിത സാഹചര്യങ്ങൾ ഇത്തരത്തിൽ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. നമ്മൾ പലപ്പോഴും അറിയാറില്ല അവിടെ നിന്ന് പുതിയ വസ്ത്രങ്ങളും സുഗന്ധ ദ്രവ്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന മനുഷ്യൻ്റെ ജീവിത സങ്കടങ്ങളും പ്രശ്നങ്ങളും എത്രമാത്രം വലുതാണ് എന്ന് ആരും അറിയാറില്ല. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെടുത്താൽ താരതമ്യേന സുരക്ഷിതമായ തൊഴിൽ സാഹചര്യമാണ് പലയിടങ്ങളിലുള്ളത്. പക്ഷേ ഇത്തരത്തിൽ ചില ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയും ചിലയിടങ്ങളിൽ ആളുകൾ ജീവിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നത്. നമുക്ക് തീർച്ചയായിട്ടും അക്കാര്യങ്ങൾ പരിമിതിയുണ്ട്. കാരണം നമുക്കിവിടെ ഇരുന്ന് അവരുടെ കാര്യങ്ങൾ ഇന്നതാവണം എന്നൊക്കെ പറയാനുള്ള വലിയ പരിമിതികളുണ്ട്. എന്നാലും തീർച്ചയായിട്ടും അതാത് സ്ഥലങ്ങളിൽ ലേബർ ക്യാമ്പുകളിലൊക്കെയുള്ള ആളുകളുടെ ജീവിത സുരക്ഷ കൂടുതൽ സുരക്ഷാപൂർണമാക്കണം എന്നുള്ള ആഗ്രഹം, അഭിപ്രായ പ്രകടനം ഒക്കെ ഈ സന്ദർഭത്തിൽ കൂടി നമുക്ക് ഈ സന്ദർഭത്തിൽ പറയേണ്ട കാര്യമല്ല. എങ്കിലും ശ്രീ KV അബ്ദുൽ ഖാദർ, ഇന്നിപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ ഒരു കടുത്തൊരു വിമർശനമുണ്ട്. മുഖ്യമന്ത്രി ദുബായിൽ അടിക്കടി ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. പക്ഷേ അവിടെ പോകുമ്പോൾ ഈ തൊഴിലാളികളുടെ ക്യാമ്പുകളെ കുറിച്ച് മുഖ്യമന്ത്രി ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഇന്നേ വരെ ഞാനത് കേട്ടിട്ടില്ല എന്നാണ് K. സുരേന്ദ്രൻ ഒരു രാഷ്ട്രീയ വിമർശനമായി ഉന്നയിച്ചത്. അപ്പോൾ നമ്മൾ അധികാരികളെ സംബന്ധിച്ചുള്ള കുറച്ചുകൂടി നമ്മൾ ജാഗരൂകരായിട്ട് തന്നെ അവരുടെ അവസ്ഥയെക്കുറിച്ച് നമുക്കവിടെ നമ്മുടെ ഒരുപാട് പണ്ടത്തെ പോലെയല്ല, ഒരുപാട് നല്ലവരായ സന്നദ്ധ സംഘടനകൾ, പ്രതിനിധികൾ, പിന്നെ സർക്കാരിൻ്റെ തന്നെ മറ്റ് അനുബന്ധ സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ നമ്മൾ ഇത്തരത്തിലൊരു ജാഗ്രത കുറവ് ഈ കാലഘട്ടത്തിൽ വരുത്തുന്നുണ്ടോ? അങ്ങനെയുള്ളൊരു വിമർശനമാണോ രാഷ്ട്രീയമായി BJPയുടെ ഭാഗത്തു നിന്നും ഉന്നയിക്കപ്പെട്ടത്? അല്ല, അത് ഏത് കാര്യത്തിലും രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു പതിവ് സമീപനത്തിൻ്റെ പുതിയ തെളിവ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത് ദുരന്തം നടന്ന ദുബായിലല്ല, കുവൈറ്റിലാണ്. മുഖ്യമന്ത്രി ദുബായിലാണ് പോയത്. മാത്രമല്ല പലപ്പോഴും അദ്ദേഹം ക്യാമ്പിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. ദുബൈയിലെ ക്യാമ്പിലെ കാര്യം ചേർത്ത് വെച്ചാണ് പറഞ്ഞത്. അതെ, ദുബായ് ക്യാമ്പിൽ പലപ്പോഴും പോയിട്ടുണ്ട്. ദുബായിൽ മാത്രമല്ല, അദ്ദേഹം എനിക്കറിയാം പല രാജ്യങ്ങളിലെയും ലേബർ ക്യാമ്പുകളിൽ ശ്രീ പിണറായി വിജയൻ പോയിട്ടുണ്ട്, നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ അതറിയാത്ത പ്രശ്നമൊന്നുമല്ല. പക്ഷേ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഇപ്പോൾ വിമാനാപകടങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ ട്രെയിൻ അപകടങ്ങൾ ഉണ്ടാകുന്നു.
അപകടങ്ങൾ സംഭവിക്കുക പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം അത്തരമൊരു ദുരന്തത്തെ രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് നീചമായൊരു നടപടിയാണ് എന്നേ എനിക്കതേക്കുറിച്ച് പറയാനുള്ളൂ. ഇവിടെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ നേരിടുന്ന ഒരു വലിയ ദുരന്തം നമ്മൾ ഹൃദയവേദനയോടെ കേൾക്കുന്ന ഈ സന്ദർഭത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചർച്ചകളിലേക്ക് കടക്കാൻ ഞാനെന്തായാലും ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായും ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഒരു റിപ്പോർട്ട് കണ്ട ശേഷം ഞാൻ അങ്ങയിലേക്ക് തിരികെ തന്നെ എത്താം. മകളുടെ MBA പ്രവേശനത്തിനായി നാട്ടിലേക്ക് വരാനുള്ള ആലോചനയ്ക്കിടെയാണ് ആലപ്പുഴ ചെങ്ങന്നൂർ പാണ്ടനാട് മനക്കണ്ടത്തിൽ മാത്യു തോമസ് അപകടത്തിൽ മരിച്ചത്. 40 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന മാത്യു ഫെബ്രുവരിയിലാണ് അവസാനമായി അവധിക്ക് വരുന്നത്. കുവൈറ്റിൽ മരിച്ച മാത്യു തോമസിൻ്റെ വീടാണിത്. അദ്ദേഹം നിരണം സ്വദേശിയായിരുന്നെങ്കിലും വർഷങ്ങളായി പാണ്ടനാട്ടുള്ള ഭാര്യയുടെ വീട്ടിലായിരുന്നു താമസം. 30 വർഷത്തിലധികമായി കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ധാരാളം ബന്ധുക്കളും കുവൈറ്റിലുണ്ട്. ഈ അപകടമുണ്ടായ സമയം വാർത്ത അറിഞ്ഞതു മുതൽ ബന്ധുക്കൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കമ്പനിയിൽ ബന്ധപ്പെട്ടപ്പോൾ രാവിലെ തന്നെ അവർ പറഞ്ഞിരുന്നത് കാണാൻ ഇല്ല എന്നുള്ളൊരു ഇതിലാണ് അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ വീട്ടുകാർക്കുണ്ടായിരുന്നു. പക്ഷേ 1 മണിയോടുകൂടി അദ്ദേഹം മരിച്ചതായി ഔദ്യോഗികമായി അറിയിപ്പ് ലഭിച്ചു. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം തിരിച്ചറിയുകയും ചെയ്തു. അപകടത്തിൻ്റെ വിവരം TV-യിൽ കണ്ടപ്പോൾ ഇവരുടെ ഫ്ലാറ്റാണെന്ന് നമുക്കൊരു വിധത്തിലുള്ള അറിയിപ്പും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു 4 മണിയായപ്പം ഇവിടെ വിളിച്ചപ്പോഴാണ് അവർക്കൊരു ചെറിയ അറിയിപ്പ് കിട്ടി. അപ്പോൾ അതിൽ മിസ്സിംഗ് ആണെന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ചില ഒരു ആശുപത്രിയിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ വ്യാജമായിരുന്നു. രാത്രിയോടുകൂടി ആൾ മിസ്സിംഗ് ആണെന്നും ഈ മിസ്സിങ്ങിൻ്റെ കൂട്ടത്തിൽ ഉള്ള ആളുകളൊക്കെ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നുമുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടും. രാവിലെ അത് സഹോദരൻ്റെ മകൻ സ്ഥിരീകരിച്ചു, പ്രിയപ്പെട്ട ബിജു നമ്മെ വിട്ട് കടന്നുപോയി എന്നുള്ളത്. മാത്യു തോമസിൻ്റെ സഹോദരിയുടെ മകൻ ഷിബു വർഗീസും അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. ഷിബു വർഗീസിൻ്റെ വീട് പായിപ്പാടാണ്. ഷിബുവിനെ കുവൈറ്റിലേക്ക് ജോലിക്ക് കൊണ്ടുപോയത് മാത്യു തോമസാണ്. മൃതദേഹം 2 മൃതദേഹങ്ങളും അധികം വൈകാതെ തന്നെ നാട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ബന്ധുക്കളുടെ പ്രതീക്ഷ. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. അങ്ങനെ നിലച്ചിരിക്കാതെ വരുന്ന ഒരു ദുരന്തത്തിൻ്റെ ആഘാതം ഏൽപ്പിക്കുക നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. കാരണം വീട് പൂർത്തിയാക്കാൻ വേണ്ടി സ്വപ്നങ്ങളുമായി പോയവർ, മകളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ വേണ്ടി പോയവർ, മക്കളെ വിവാഹം കഴിക്കാൻ വേണ്ടി സ്വപ്നങ്ങളുമായി പോയവർ, അങ്ങനെ ഓരോ ആളുകളും ഒരു പ്രവാസി എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിൽ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു പ്രവാസിയോ നമ്മുടെ ഒരു ബന്ധുവോ ഉണ്ടായിരിക്കും. അപ്പോൾ ഉണ്ടാകുന്ന ദുരന്തം നമ്മളെ വല്ലാതെ ഉള്ളുലയ്ക്കുന്നതാണ്, വലിയ അർത്ഥത്തിൽ നമ്മുടെ കണ്ണ് നനയിപ്പിക്കുന്നതാണ്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം 24ആയി. അതിൽ 20 പേരെയാണ് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളൊക്കെ നമുക്ക് വരുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ തേടാം. KV അബ്ദുൽ ഖാദർ, പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ, നമ്മോടൊപ്പം തുടരുന്നുണ്ട്. ശ്രീ അബ്ദുൽ ഖാദർ, താങ്കളെ തിരക്കറിയാം. അതുകൊണ്ട് തന്നെ അവസാനമായി ഒരു ചോദ്യം കൂടിയേ ഉള്ളൂ. ഈ ലോക കേരള സഭയൊക്കെ നടക്കുന്ന സമയത്താണ് നമ്മൾ ദുരന്തങ്ങൾ കേൾക്കുന്നത്. അത്രത്തോളം പ്രാധാന്യത്തോടുകൂടി നമ്മളിത് കൈകാര്യം ചെയ്യും. അങ്ങനെയുള്ള ജാഗ്രത തുടർന്ന് ഈ കുവൈറ്റ് എന്നതിനപ്പുറത്തേക്ക് പ്രവാസ ലോകത്തെ എല്ലാ മലയാളികളുടെയൊക്കെ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടിയൊക്കെയുള്ള പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് ഇക്കാര്യത്തിൽ ഈ ദുരന്തം നമുക്കൊരു പാഠമാക്കാൻ എങ്ങനെ കഴിയും? അല്ല, നമ്മുടെ കുടുംബത്തിലൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു. അത് ഞെട്ടലുണ്ടാക്കുന്നതാണ്, വളരെയേറെ വേദനാജനകമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കുടുംബങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി അധ്വാനിക്കാൻ പോയവരാണ് പ്രവാസി തൊഴിലാളികൾ. തീർച്ചയായും ഇത്തരം ദുരന്തങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. കാരണം തൊഴിൽ സാഹചര്യങ്ങൾ കൂടുതൽ അപകടരഹിതമാക്കാനുള്ള ഒരു ചർച്ച ഇതിന് തുടർച്ചയായിട്ട് ഉയർന്നു വരും എന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് ചില രാജ്യങ്ങളിലെങ്കിലും വളരെ പഴക്കമുള്ള കെട്ടിടങ്ങളിൽ തൊഴിലാളികളെ ഒന്നിച്ച് പാർപ്പിക്കുന്ന നിലയുണ്ടെങ്കിൽ അത് അതത് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ, നഗരസഭകൾ, ആരോഗ്യ വിഭാഗം ഒക്കെ തന്നെയാണ് പരിശോധിക്കപ്പെടേണ്ടത്. കുവൈറ്റ് ദുരന്തം നമ്മുടെ മുന്നിൽ വെളിവാക്കുന്ന ചില വസ്തുതകളുണ്ട്. ഇത്തരമൊരു തീപിടുത്തമുണ്ടായാൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്ന വാതിലുകൾ, അതിൻ്റെ സംവിധാനങ്ങൾ ഒക്കെ വളരെ കുറവായിരുന്നു എന്നുള്ള വിവരം ഇപ്പം ഞെട്ടലോടെ നമ്മൾ അറിയുന്നുണ്ട്. തീർച്ചയായും ഈ ദുരന്തം നമ്മുടെ മുന്നിൽ വെക്കുന്ന വസ്തുതകൾ തുടർന്നുള്ള സംവാദങ്ങളിലും ചർച്ചകളിലും ഒക്കെ തന്നെ ആധികാരികമായിട്ട് തന്നെ ഗവൺമെൻറ്റുകൾ, മറ്റ് ഗവൺമെൻറ്റുകളുടെ മുന്നിൽ സമർപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഒക്കെ ഇക്കാര്യങ്ങൾ കൂടി മറ്റ് രാജ്യങ്ങളിലെ
തൊഴിൽ വകുപ്പുകളുമായിട്ടുള്ള ചർച്ചകളിൽ ഉന്നയിക്കും എന്നുള്ള പ്രതീക്ഷ കൂടി നമുക്കുണ്ട്. ഏതായാലും ഈ ദുരന്തം ഒരു വലിയ പാഠം തന്നെയാണ്. പ്രജീഷ് പറഞ്ഞതുപോലെ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി ശ്രീ KV അബ്ദുൽ ഖാദർ. തിരക്കുകൾക്കിടയിലും നമ്മോടൊപ്പം ചേരുകയും ഒപ്പം പുതിയ വിവരങ്ങൾ കൂടി ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുകയും ചെയ്തതിന്. അങ്ങനെ നമ്മളെല്ലാവരും കൈകോർത്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രവാസ ലോകത്ത് നിന്നുള്ള നമ്മുടെ നല്ലവരായ എല്ലാ മലയാളി സംഘടനകളുടെയും പ്രതിനിധികൾ അവരോടൊക്കെ തന്നെ അകമഴിഞ്ഞ നന്ദിയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തേണ്ടത്.